ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വയോമിത്ര എന്നൊരു സ്കീമിൽ 60 വയസ്സിൽ മേളിൽ പ്രായമുള്ള ആൾക്കാരെ ഒരു ടൂറിന് കൊണ്ടുപോയി. വളരെ രസകരമായ ഒരു ടൂറായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് 60 വയസ്സിൽ മേളിലുള്ള ആൾക്കാരെയാണ് കൊണ്ടുപോകാനുള്ള സ്കീമാണ്. പക്ഷേ ആ ബസ്സെ കൊച്ചു കുട്ടികളുമൊക്കെ കയറുന്നത് കണ്ടിരുന്നു. ടൂറിന് പോയതിൻ്റെ അകത്ത് വീഡിയോ എടുത്തു പറയുന്നതിൻ്റെ അകത്തൊക്കെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ യൗവനത്തിൽ തന്നെ വാർദ്ധക്യമായോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അതിന് 2.25 ലക്ഷം രൂപയാണ് ഇവർ ചെലവ് കാണിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരറിവ്. ഇവരവിടെ മീറ്റിങ്ങുകളും കാര്യങ്ങളുമൊക്കെ കൂടുമ്പോൾ കണക്കുകൾ അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ ഈ 2.25 ലക്ഷം രൂപ ഇവിടുന്ന് ഈ ബസ് പിടിച്ചു പോയി നിങ്ങൾക്കതിന് ചിലവായോ? നിങ്ങൾ വാർഡ് മെമ്പർമാരൊക്കെ അടിച്ചു പൊളിച്ച് അതിമനോഹരമായ രീതിയിൽ നല്ല വെള്ളങ്ങളൊക്കെ അടിച്ചാണ് അവർ ഈ സംഭവം കഴിഞ്ഞ് പോകുന്നത്. നിങ്ങൾ ഈ കടൽപ്പാലം കണ്ടു, ഉപ്പ് വെള്ളത്തിൻ്റെ അകത്തായി പാലം നിൽക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇത് മനോഹരമായ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൊച്ചിലെ വന്ന് ഇത് നല്ല മനോഹരമായ രീതി ഈ പാലം ഇതിൻ്റെ എൻഡ് ഞാൻ പോയി നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ക്യാൻസർ പോലെ ഉപ്പുവെള്ളം അടിച്ചടിച്ചടിച്ചടിച്ച് പിന്നെ ഇതിനെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാതെ ഇങ്ങനെ ആയതാണ് എന്ന് പറഞ്ഞാണൊക്കെ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ഇടയ്ക്കൊന്ന് പരിശോധിക്കണം. ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാണോ? ഞങ്ങൾ ഈ സ്ഥാനത്തൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഈ ചങ്ങനാശ്ശേരിക്കാരോട് ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ? ഞാൻ നാടിന് ഗുണമുള്ളത് ചെയ്യുന്നുണ്ടോ? ഞാൻ എൻ്റെ അയൽവക്കക്കാർക്ക് ഗുണമുള്ളത് ചെയ്യുന്നുണ്ടോ? എന്നെ ഇവർ തിരഞ്ഞെടുത്ത് കയറ്റിവിട്ടത് എൻ്റെ നാടിൻ്റെ നന്മയ്ക്കാണ്. ഞാനത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നിങ്ങൾ തന്നെത്താനെ ഇരുന്നൊന്ന് ചിന്തിക്കണം കേട്ടോ. എപ്പോഴും ഇതിൻ്റെ എല്ലാം പുറകെ ഒന്നും ഓടാതെ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വേണ്ട ഈ തൂണ് പോലെ തുരുമ്പിക്കാൻ അധികം സമയം വേണ്ട. ഒരുപാട് വേദന തിന്നുകയും ചെയ്യണം. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശെല്ലാം ആശുപത്രി കൊടുക്കുകയും ചെയ്യണം. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ 10 പൈസ ഇല്ലാതെ യാത്ര ചെയ്യുകയും ചെയ്യണം. ഇത് നിങ്ങളൊരു ഗുണപാഠമായിട്ട് എടുത്താൽ നല്ലതാണ്. നിങ്ങളെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നു. ഒരുപാട് കാലം ഇനിയും നിങ്ങൾ ജീവനോടെ ഒരസുഖവും ഇല്ലാതെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെല്ലാവരും സ്നേഹമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെയുള്ള മെസ്സേജുകളും ചങ്ങനാശ്ശേരിയുടെ വികസനവുമൊക്കെ നിങ്ങളെ ഇത് വേണമെന്നൊക്കെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് ആരോടും ഒരു വൈരാഗ്യമുള്ള ആളല്ല. അപ്പോൾ എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കെന്നും ഉണ്ടാകും. ഇതുപോലെ തുരുമ്പടിക്കാതിരിക്കട്ടെ. ഓക്കേ.